ഇപ്പോ എനിക്കിതിൽ അനിൽജിയോട് പറയാനുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ഉം. ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ കഴിഞ്ഞ തവണ ഒരിക്കൽ ഒരാൾ കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ട് പിന്നെയും അയാളെ ഒരു തരത്തിലും നിയമപരമായി നേരിടാതെ വീണ്ടും അയാൾക്ക് ഫണ്ട് കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ. ഒന്നാമത്തെ കാര്യം, ഈ വിഷയം പിന്നെ ഈ ദുരന്തം ഉണ്ടായപ്പോഴും അമിത് ഷാജി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, കേരള സർക്കാർ അത് ഗൗനിച്ചില്ല, ഇത് വിളിച്ചു വരുത്തിയ അപകടം എന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം ആ വാർത്ത കഴുകപ്പെട്ടു, പിന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒളിച്ചുകൾ ഈ വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ നടക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. നമുക്ക് വിസിബിലി നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമുണ്ടെന്നറിയാം. പക്ഷെ ഈ ഭരണകക്ഷിയുടെ നേതാവിനെതിരെ, ഈ കള്ളന്റെ കപ്പലിന്റെ കപ്പിത്താനെതിരെ ഒരു നിയമ നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിചാരണയ്ക്ക് പോട്ടെ, ഒരു ED എങ്കിലും ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ ധാർമ്മികമായിട്ട് എനിക്ക് അയാളെ കുറ്റപ്പെടുത്താമായിരുന്നു. ഇപ്പോ എല്ലാ വാർത്തകളും ഇന്ന് വരും, നാളെ ആ വാർത്തയില്ല. അമിത്ഷാജി പറഞ്ഞു കാലാവസ്ഥാ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിരുന്നു, പക്ഷെ ഇവരത് ഗൗനിച്ചില്ല. ഗുരുതര ആ വാർത്ത അദ്ദേഹം പറഞ്ഞതിനെ വിശ്വസിച്ചാൽ ഏറ്റവും വലിയ ക്രൈമല്ലേ അത്? ഒരു ജനതയെ മുഴുവൻ ഒന്നാകെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ പിറ്റേന്ന് ആ വാർത്ത കാണാനില്ല. ഞാൻ BJP-യിൽ അധികാരമുള്ള ആളല്ല, BJP-യിൽ ഒരു സ്ഥാനവും വഹിക്കുന്ന ആളല്ല. BJP-യിലെ നേതാക്കളോട് ചോദിക്കും, അവരും പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വ്യക്തതയില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോ എന്താ പറ്റുന്ന വെച്ചാൽ, നമ്മളെപ്പോലുള്ള സാധാരണ അനിൽജി എന്നെ പോലെയുള്ള സാധാരണ പിന്നെ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ഉത്തരം ആരോട് പറ, ആരൊക്കെ തമ്മിലാണ് സൗഹൃദം എന്ന് മനസ്സിലാവുന്നില്ല. ഇത് വലിയ വിഷയമാണ്. കാരണം 2020 ജൂൺ 8 ദ ഹിന്ദു പത്രം, ദ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ്, അതില് വന്ന വാർത്ത 2020 ഓർക്കണം. ഈ CMDRF-ലേക്ക് വന്നിട്ടുള്ള 50 ലക്ഷം രൂപ വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന CMDRF-ലെ ഒരു ക്ലാർക്ക് മോഷ്ടിച്ച് എംബസിൽ ചെയ്തിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്തയാണ്. അത് CMDRF-ൽ ഇവർ പറയുന്നത് CMDRF-ലേക്ക് അയക്കുന്ന തുക അത്യന്തം സുരക്ഷിതമാണെന്നും മുഖ്യമന്ത്രി നേരിട്ട് അത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് വാങ്ങുന്നത്. നമ്മുടെ ഒരു കേവലം 4 വർഷം മുമ്പ് 2020 ജൂൺ 8 വന്ന വാർത്തയാണിത്. ദ ഹിന്ദുവിൽ വന്നതാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിൽ ഒരു ക്ലാർക്കിന് പോലും ഇതിൽ നിന്ന് 50 ലക്ഷം, 1/2 കോടി രൂപ മോഷ്ടിക്കാം? ഇങ്ങനെ പല വാർത്തകളും വന്നു. ഒരു CPM-ന്റെ നേതാവും ഭാര്യയും കൂടി CMDRF-ലെ ഫണ്ട് അടിച്ചു മാറ്റിയ വാർത്ത വന്നു. അങ്ങനെ പല തരത്തിൽ പലയിടത്തുനിന്ന് ഇവർ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുക അല്ലെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളതെന്ന് ചോദിച്ചാൽ. പക്ഷെ അവിടെ പ്രശ്നം, ഇത് ആധികാരികമായിട്ട് എനിക്കോ അങ്ങേക്കോ പറയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത സ്വത്ത് രൂപത്തെ, ഈ ഭീകര സ്വത്വത്തെ ഈ ED-യോ അല്ലെങ്കിൽ അതുപോലെ ഏജൻസിയോ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഞാനോ നിങ്ങൾ പറയുന്നതിന് ഒരു സ്റ്റാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറ്റുന്നത്? നമ്മൾ വൃഷാപവാദം ഉന്നയിക്കുകയാണ്, നമ്മൾ ഇയാളെ പറ്റി വെറുതെ നുണ പറഞ്ഞുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാ തവണയും ഒരു ഇലക്ഷനിൽ വിജയിച്ച് കയറുകയാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞ അങ്ങേക്ക് തോന്നിയിട്ടുണ്ടാവില്ല ഈ വിഷയം എന്റെ മാത്രം കൺസേൺ അല്ല. 100%. കാരണം നമ്മൾ ശരിയാണ്, ഞങ്ങളെയൊക്കെ വിളിക്കുന്ന നിരവധി ആളുകളുണ്ട്, അവരുടെ സംശയം അത് തന്നെയാണ്. ഇതാ ഷാജഹാനും ഞാൻ വഴക്കൂടുന്നതും ആ വിഷയത്തിലാണ്. അല്ല, ഇത്രയേ ഉള്ളൂ സാർ. ഞാൻ പറഞ്ഞ നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഉണ്ട്, BJP-യോട് നമുക്ക് ചായവുണ്ട്, BJP ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. എന്റെ വ്യക്തിപരമായിട്ട് ദേശീയ ധാരയിലുള്ള രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള BJP-യോടാണ് എന്റെ അനുഭാവം. പക്ഷെ അനുഭാവം അന്ധതയല്ല. CPM-ന്റെ മാതിരി അന്തം കമ്മി എന്ന് പറയുന്ന അവസ്ഥ BJP-യിൽ ഇല്ല, അല്ലെങ്കിൽ RSS-ൽ ഇല്ല. നമുക്ക് ആത്മവിമർശനവും ആവാം. ഇവിടെ സത്യത്തിൽ അമിത്ഷാജി പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു വെൽ ബിഫോർ ദിസ് ഡിസാസ്റ്റർ. കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. എന്നിട്ട് ഇപ്പൊ ഫണ്ട് പിരിക്കാനുള്ള അവസരം കൂടി കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോ ഇതിൽ ഞാൻ ഏത് കക്ഷിയെ ഏത് ഭാഗത്ത് നിൽക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്റെ ഒരു കൺസേൺ ആണ്. എന്നെ ഇനിയിപ്പോ നാളെ ഒരു പൊങ്കാലയിടുക തെറി പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. തെറി പറയുന്നതിന് പൊങ്കാലയിടുന്ന പറയരുതെന്ന് എന്നോട് സുഹൃത്ത് പറയാം, അത് പറയുന്നില്ല. എങ്കിലും ഇനി നാളെ തെറി പറയായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ടല്ലല്ലോ കേൾക്കുന്നത്. പക്ഷെ ഇതിലൊരു വിഷയമുള്ളത് എന്താ വെച്ചാൽ, പത്രങ്ങൾ സത്യം പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിന്റെ സ്ഥാനമുണ്ട് പത്രങ്ങൾക്ക്. പത്രവാർത്തയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടല്ലോ, പ്രിന്റഡ് വേർഡ്സിന്. എത്ര പത്രങ്ങളിൽ എത്ര CPM നേതാക്കന്മാരും ഭാര്യമാരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംബസിൽമെന്റ്, അതും CMDRF ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് തന്നെ എത്ര കോടി രൂപ സഖാക്കന്മാർ അടിച്ച് പുട്ടടിച്ചിട്ടുണ്ട്. ഇത് പത്രവാർത്തകളായി വന്നിട്ട് പോലും ഒരു അന്വേഷണം നടത്തിയിട്ട് കേന്ദ്ര ഏജൻസികൾക്ക്
ദുരന്തങ്ങളും മരണവും വിറ്റ് കാശാക്കുന്ന മരണ വ്യാപാരികളാണോ കേരളം ഭരിക്കുന്നത് എന്നതിനൊരു തെളിവ് കൊണ്ടുവരേണ്ടതല്ലേ? അല്ല, വിദ്യാസാഗർ ഗുരുമൂർത്തി, അതിലെ വിരോധാഭാസം ഇതൊന്നും ചെയ്യാതെ വീണ്ടും നമ്മൾ CMDRF-നെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കേസെടുക്കും. 200 കേസുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഞാൻ പറഞ്ഞല്ലോ അനിൽജി, ഞാൻ എതിരെ പറയുന്നില്ല. എന്താ കാരണം? ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി 2 സ്റ്റാൻഡുകൾ എടുക്കുന്നു. ഒന്ന്, CPM-ന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ കൊള്ള നടക്കുന്നു എന്ന് പറയുന്നതും അവർ തന്നെയാണ്. അതേ പിണറായി വിജയന് വേണ്ടിയിട്ട് CND ഫണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോ ഒരു മാനസിക പ്രയാസം ഉണ്ടാവുന്നതില്ലേ? 2 മിനിറ്റ് ഇരിക്കുന്ന ഇടപെടാവോ? ഷാജാൻ സാറെ, ഞാൻ 1 മിനിറ്റ് ഇപ്പൊ പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ അനിൽജി എന്നെ ഇത് ഇപ്പൊ കോൺഗ്രസ്സുകാരനാക്കി മാറ്റുമായിരിക്കും ഇവര്, അത്രേ ഉള്ളൂ. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളൂ, അല്ല, സത്യം തുറന്നു പറയണം. എന്തുകൊണ്ടെന്ന് ഞാൻ 100 പേരോട് ദിവസം ഉത്തരം പറയുന്നു, അനിൽജി ഒരു 1000 പേരോട് പറയുന്നുണ്ടാവും ഇതേ കാര്യം. കാരണം എന്നോട് പലരും ചോദിക്കുന്നു, അല്ല സാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രി നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞതാണ്, രേഖാമൂലം പറഞ്ഞതാണ്, ഞങ്ങൾ വെൽ ഇൻ അഡ്വാൻസ്, ഞങ്ങൾ നേരത്തെ തന്നെ ദുരന്തം വരും, അവിടെ മണ്ണിടിച്ചിന് സാധ്യതയുണ്ട്, അവർ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയും കേരള സർക്കാർ അവഗണിച്ചു എന്ന് പറയുകയും ചെയ്ത് അദ്ദേഹം തന്നെയാണ്. പിന്നെ ആ വാർത്തയില്ല, അതേപ്പറ്റി ചർച്ചയില്ല. പിറ്റേ ദിവസം പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ പറയാം അങ്ങനെ ഉണ്ടായിട്ടില്ല, മുന്നറിയിപ്പ് തന്നിട്ടില്ല എന്ന് അയാൾ പറയുന്നു. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞാൻ ഒരാഴ്ച ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരിമട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകളും, അതായത് അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവർ പറയുന്നു അവർക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ആകെ ആ പുഞ്ചിരിമട്ടത്തെ, അതായത് പുഞ്ചിരിമട്ടത്ത് നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. പുഞ്ചിരിമട്ടത്തെ കുറച്ച് വനവാസികളെ മാറ്റി എന്നല്ലാതെ വേറെ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അവർ പറയുന്നു അതിൽ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, പാർട്ടിക്കാരുണ്ട്, CPM-കാർ തന്നെയാണ് പറയുന്നത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അനിൽജി, അതിൽ വിഷയമുണ്ട്. ഷാജാൻ സാർ, ഒരു സെക്കൻഡ്. ആ ഒരു ഡിസാസ്റ്ററിന് തൊട്ട് തലേന്ന് മാതൃഭൂമിയുടെയും പിന്നെ മറ്റൊരു പത്രത്തിന്റെ, മറ്റൊരു ചാനലിന്റെയും ഒരു റിപ്പോർട്ടർ ആ പാലത്തിന് മേലെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇതാ അനുനിമിഷം പുഴ വർദ്ധിച്ചു വരികയാണ്, ഈ പുഴ ഈ നാടിനെ വിഴുങ്ങും, അത്രയ്ക്ക് മഴയാണ്, എത്ര 300 മില്ലിമീറ്റർ മേലെ മഴയാണ്, ഇതിപ്പോ വീഴും, എല്ലാവരും ഒഴിഞ്ഞു പോണെന്ന് അയാൾ പറഞ്ഞത് പോലും ഈ സർക്കാർ ഗൗരവത്തിലെടുത്തില്ലേ? കേന്ദ്ര റിപ്പോർട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. കേന്ദ്രം റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് പിണറായി വിജയനും അമിത്ഷാജിയും തമ്മിൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് ലൈവായിട്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പുഴ പുറകിൽ കരാളമായിട്ട് എന്താ സംഹാര ദുർഗയെ പോലെ ഒഴുകുന്ന പുഴയെ കാണിച്ചിട്ട് റിപ്പോർട്ടർ പറയുന്നുണ്ട്, ഇനി ഇവിടെ തുടർന്നാൽ ഈ പാലവും കാണില്ല, ഈ നാടും കാണില്ല എന്ന് അയാൾ പറയുന്നു. ഇതെങ്കിലും കേട്ടിട്ട്, ഈ പത്രമാധ്യമങ്ങളുടെ വന്ന വാർത്തയെങ്കിലും കേട്ടിട്ട് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ പോലീസിനും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് എന്റെ ചോദ്യം. അപ്പോ ആസ് ഇഫ് ദേ വർ വെയിറ്റിംഗ് ഫോർ എ ഡിസാസ്റ്റർ ടു ഹാപ്പൻ, ഒരു ദുരന്തം നടക്കാൻ വേണ്ടി കുറെ കഴുകന്മാർ കാത്തിരിക്കുന്ന പോലെയാണ്. ദുര്യോധനൻ ചത്ത് കഴിഞ്ഞിട്ട് അവന്റെ മാംസം കൊത്താന്ന് കരുതിയിരിക്കുന്ന കഴുകന്മാരെ പറ്റി മഹാഭാരത് പറയുന്നുണ്ട്. അതുപോലെ സ്വാഭാവികമായി അങ്ങനെ സംശയിക്കാം. മനുഷ്യൻ ചത്ത് വീഴട്ടെ, അതെ, നാശനഷ്ടം ഉണ്ടാവട്ടെ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ സാധിച്ചത് ഈ ദുരന്തം മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 24 ന്യൂസ് ഞാൻ തുറന്നു പറയാണ്, 24 ന്യൂസ് ചാനലൊക്കെ ഒറ്റ ആഴ്ച കൊണ്ട് നമ്പർ 1 ആയത് ശവം നാറുന്ന നമ്പർ 1 ആണ്. അവിടെ കരയുന്ന മനുഷ്യന്റെ വായിലോട്ട് കോല് കുത്തിക്കയറ്റി ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരൊക്കെ മരിച്ചു എന്ന്. അതെ, ശരിയാണ്. നിങ്ങൾ പറയുന്നതിനോട് 100% യോജിക്കുന്നു. കരയുന്ന മനുഷ്യന്റെ വായിലേക്ക് ഈ അമ്പ് കുത്തിക്കയറ്റി ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരൊക്കെ മരിച്ചു, ആരൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെ കഷ്ണം കിട്ടി. വളരെ അപകടകരമായ, ഞാൻ പറയുന്നത് വളരെ പിണറായി വിജയൻ എന്ന മനുഷ്യനെ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അവസാനമായുള്ള സംശുദ്ധനാക്കാനുള്ള ഏർപ്പാട് നടക്കുന്നുണ്ടോ എന്ന് പോലും ഞാനിപ്പോ സംശയിച്ചു പോവാണ്. ഞാനൊരു ലേമാനാണ്, സാധാരണക്കാരനാണ്. എന്റെ സംശയം ഞാൻ ചോദിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റുള്ളവർക്ക് തുടരാം.